ഹലോ നീറ്റ് ആസ്പിരൻസ്. എടാ, ഇനിയുള്ള 15 ദിവസം നമ്മൾ ഡിസിപ്ലിനോട് കൂടിയ ഒരു സ്മാർട്ട് വർക്ക് ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. സോ ഇനിയുള്ള ആ ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണല്ലേ. സോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിനി പുതുതായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ 80% ടോപ്പിക്സ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ ആ 80% മാത്രവുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ സബ്ജക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ഫിസിക്സിൽ ഫോർമുലാസ് അങ്ങനെയുള്ള നിങ്ങൾ ഒരുപാട് ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്ത് വെച്ചതായിരിക്കും. സോ ആ കാര്യങ്ങൾ ഡെയിലി നിങ്ങളൊരു 1 hour ടൈം കൊടുത്തിട്ട് നിങ്ങളത് റിവിഷൻ ചെയ്യാം. കെമിസ്ട്രീൻ്റെ കേസ് പറയുകയാണെങ്കിൽ നെയിമിംഗ് റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ അത് റിപ്പീറ്റഡായി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് ബയോളജി നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് ഇൻഡെപ്ത് പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്റർ എടുത്തിട്ട് അതിലുള്ള കോണ്ടൻറ്റ്, തിയറി കോണ്ടൻറ്റ് നമുക്ക് ഓരോ ഹെഡിങ്സിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഹെഡിങ്ങിലൂടെ നമ്മൾ ചെറിയൊരു സമയം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് വിട്ടാൽ മതി. അങ്ങനെയാണ് ബയോളജി നമ്മൾ ഇനിയുള്ള ദിവസം നമ്മൾ പഠിക്കേണ്ടത്. സോ ഈ 3 സബ്ജക്റ്റ് തിയറി പഠിക്കാനുള്ള സമയം നമ്മൾ മുന്നിലില്ല എന്നുള്ളതാണ്. ബട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും മിനിമം നിങ്ങൾ അത് ചെയ്ത് എടുത്തേ പറ്റുള്ളൂ. നമുക്കറിയാം, നമ്മളെ നീറ്റ് എക്സാമിനേഷന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:20 വരെയാണ്. സോ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ അത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്നാലേ നമ്മൾ ആ റിതം കറക്റ്റ് ആവുള്ളൂ. ഇനി ആ സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയമാണ്, ഉറക്കിലേക്കൊക്കെ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം നമ്മളെ ബോഡി ആ എക്സാമിൻ്റെ ഡേയും അതുപോലെയാണ് പ്രവർത്തിക്കുക. സോ ആ കാര്യം കൂടി എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ഇനി അവിടെ നമ്മൾ മാറ്റി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കമ്പാരിസൺ, അതായത് മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള കമ്പാരിസൺ ഈ ഒരു സമയത്ത് മാറ്റി വെക്കുക. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷ അത്ര മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മളെ സ്കോർ അതിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അത് അനലൈസ് ചെയ്യുക. ഓരോ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതിയതിന് ശേഷം ഒരു അരമണിക്കൂർ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് അതിൽ വന്നിട്ടുള്ളത് ആ കാര്യം നിങ്ങൾ ശരിയായി പഠിക്കുക. കാരണം അതേ ചോദ്യങ്ങൾ നമ്മളെ നീറ്റ് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കേണ്ടടാ. സോ കമ്പാരിസൺ നിങ്ങൾ മാറ്റി നിർത്തുക. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങളെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം ഇനിയുള്ള 15 ദിവസം നമ്മൾ നേരിടാൻ. സോ അടിപൊളിയായിട്ട് കൂളായിട്ട് റിലാക്സ് ചെയ്തിരിക്കുക. നീറ്റ് എക്സാം നമുക്ക് അടിപൊളിയാക്കാം. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.